ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أوصيكم عباد الله وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم قل لن يصيبنا إلا ما كتب الله لنا هو مولانا وعلى الله فليتوكل المؤمنون. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ മുഴുവൻ സന്ദർഭങ്ങളിലും കാത്തു സൂക്ഷിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും ഓരോ അനക്കവും അടക്കവുമൊക്കെ അതിസൂക്ഷ്മമായി റഹ്മാനായ റബ്ബ് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന ബോധത്തോടെ രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൻ്റെ നിഖില മേഖലകളും തഖ്വയോടുകൂടെ അള്ളാഹുവിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശ്രമിക്കണേ എന്ന് ആമുഖമായി എന്നോടും പിന്നീട് നിങ്ങൾ ഓരോരുത്തരും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ മുത്തഖീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പാരത്രിക ലോകത്ത് തഖ്വയുള്ളവർക്ക് വേണ്ടി മാത്രം അവൻ തയ്യാർ ചെയ്തു വെച്ച സ്വർഗത്തിൽ കുടുംബസമേതം പ്രവേശിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഹിജ്റ വർഷം 1446 കഴിഞ്ഞ് 1447 വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. ഒരു പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുവർഷ പുലരി, അതല്ലെങ്കിൽ ഒരു ന്യൂ ഇയർ, അവിടെ പ്രത്യേകമായ ഏതെങ്കിലും ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒന്നും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. എങ്കിലും ഒരു വിശ്വാസിയുടെ മനോമുഖരത്തിൽ ഉണ്ടാകുന്ന ചിന്ത
അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ഈ ലോകത്ത് ജീവിക്കാൻ നൽകിയ ആയുസ്സിൽ നിന്നും ഒരു വർഷം കൂടെ നഷ്ടപ്പെട്ടിരിക്കുന്നു. എങ്ങനെയായിരുന്നു എൻ്റെ ഇന്നലകൾ? അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും എൻ്റെ പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന ഒരു പരിശോധന ഒരു വർഷം തികയുമ്പോഴല്ല, ഓരോ സന്ദർഭത്തിലും യാ അയ്യുഹല്ലദീന ആമനു തഖ്വല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, നാളേക്ക് വേണ്ടി എന്താണ് ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന ഒരു ആത്മപരിശോധന നിങ്ങൾ നടത്തണമെന്ന് വിശുദ്ധ ഖുർആനിൽ സൂറത്തു ഹശ്റിന്റെ 8-ാമത്തെ വചനത്തിൽ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അത് ഓരോ സന്ദർഭത്തിലും ഉണ്ടാവണം, ഓരോ ദിവസത്തിന്റെ അവസാനത്തിലും ഉണ്ടാവണം. അതേ രൂപത്തിൽ ഒരു പുതുവർഷം ഉണ്ടാകുമ്പോൾ, ഒരു പുതുവർഷം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ അത്തരത്തിലുള്ള ഒരു ചിന്ത ഉണ്ടാവണമെന്നാണ് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. സഹോദരങ്ങളെ, ഹിജ്റ വർഷത്തിന്റെ 1-ാമത്തെ മാസമായ മുഹറം മാസം, ആ മാസത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹറം മാസത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്തു തൗബയിലെ 36-ാമത്തെ വചനത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികൾ സൃഷ്ടിക്കുമ്പോൾ തന്നെ അള്ളാഹുവിന്റെ സമീപത്ത് 12 മാസങ്ങളുണ്ട്. അതിൽ ആ 12 മാസങ്ങളെ മുഴുവനായും അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ട് അള്ളാഹു പറയുകയാണ്, വമിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽ 4 മാസം പവിത്രമാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്നു ഏതൊക്കെയാണ് ആ 4 മാസങ്ങൾ എന്ന് വളരെ കൃത്യമായി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ദുൽഖഅദ മാസവും ദുൽഹിജ്ജ മാസവും മുഹറം മാസവും, ഒരു വർഷത്തിന്റെ ഒടുക്കത്തെ മാസവും ഒരു വർഷത്തിന്റെ അവസാനത്തെ മാസം ദുൽഹിജ്ജ മാസമാണ്. ഒരു വർഷത്തിന്റെ തുടക്കത്തിലെ ആരംഭിക്കുന്ന മാസം അത് മുഹറം മാസമാണ്. ഇത് രണ്ടും അർബഅത്തുൻ ഹുറും, പവിത്രമാണ് എന്ന് അള്ളാഹ് പഠിപ്പിച്ച മാസമാണ്. അതേ രൂപത്തിൽ തന്നെ വറജബ് മുദർ ഗോത്രത്തിൻ്റെതെന്നറിയപ്പെടുന്ന റജബ് മാസവും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്താണ് ഈ മാസത്തിന്റെ പവിത്രത? എങ്ങനെയാണ് ഒരു വിശ്വാസി പവിത്രതയോടെ ഈ മാസങ്ങളെ സമീപിക്കേണ്ടത്? അള്ളാഹു തന്നെ സൂറത്തു തൗബയിലെ 36-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞു, ذَلِكَ الدِّينُ الْقَيِّمُ فَلَا تَظْلِمُوا فِيهِنَّ أَنفُسَكُمْ, അതിൽ നിങ്ങൾ അക്രമം പ്രവർത്തിക്കരുത്, നിങ്ങൾ പാപങ്ങൾ പ്രവർത്തിക്കരുത്. 4 മാസങ്ങളിൽ, ഈ പവിത്രമാക്കപ്പെട്ട മാസങ്ങളിൽ നിങ്ങൾ യുദ്ധങ്ങൾ നടത്തരുത്. ഇങ്ങനെയൊക്കെയാണ് ഈ മാസത്തെ ആദരിക്കേണ്ടത്, ഈ മാസത്തിന് പവിത്രത കൽപ്പിക്കേണ്ടത്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാണ് എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്ന ഈ മാസത്തെ ആദരവോടെ പവിത്രതയോടുകൂടെ സമീപിക്കുവാനും തിന്മകളിൽ നിന്ന് മാറി നിൽക്കുവാനും നന്മകൾ ഒരുപാട് പ്രവർത്തിക്കുവാനുമാണ് ഓരോ വിശ്വാസികളും തുനിയേണ്ടത്, പരിശ്രമിക്കേണ്ടത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. ഈ മുഹറം മാസത്തെക്കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്, അഫ്ദലുസ് സിയാമി ബഅദ റമദാൻ, റമദാൻ മാസത്തെ വ്രതത്തിന് ശേഷം, നോമ്പിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് അത് ശഹ്റുല്ലാഹിൽ മുഹറം, മുഹറം മാസത്തിലെ നോമ്പാണ്. പക്ഷെ റസൂലുള്ള പ്രയോഗിച്ച പദപ്രയോഗം കേവലം ഒരു മുഹറം മാസത്തിലെ നോമ്പ് എന്നല്ല. ഈ മാസത്തെ അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് ശഹ്റുല്ലാഹ്, അള്ളാഹുവിന്റെ മാസം എന്നുള്ളതാണ്. അത് തന്നെ അതിന്റെ മാഹാത്മ്യവും അതിന്റെ ശ്രേഷ്ഠതയും അള്ളാഹുവിലേക്ക് ഇദാഫത്ത് ചെയ്ത് അള്ളാഹുവിലേക്ക് ചേർത്തിക്കൊണ്ടാണ് മുഹറം മാസത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അഥവാ പ്രവാചക ഹദീസുകളിലും വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലുമൊക്കെ പവിത്രമാണ് എന്ന് അള്ളാഹു പഠിപ്പിച്ച മാസം, ആദരിക്കണമെന്ന് അള്ളാഹു പഠിപ്പിച്ച മാസം, യുദ്ധം അരുത് എന്ന് അള്ളാഹ് പഠിപ്പിച്ച മാസം, ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും,
അതിക്രമങ്ങൾ, പാപങ്ങൾ, തിന്മകൾ, അതിൽ നിന്ന് വിശ്വാസികളെ നിങ്ങൾ വിട്ടുനിൽക്കണമെന്ന് അള്ളാഹ് പഠിപ്പിച്ച മാസം. എങ്ങനെയാണോ ദുൽഖഅദ മാസത്തെയും ദുൽഹജ്ജ മാസത്തെയും ഒക്കെ നമ്മൾ ആദരിച്ചത്, എങ്ങനെയാണോ അതിനെ നമ്മൾ പരിഗണിച്ചത്, അതേ രൂപത്തിൽ തന്നെ ഒരു വിശ്വാസി ആദരവോടെ പരിഗണനയോടുകൂടെ സമീപിക്കേണ്ട മാസമാണ് മുഹറം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നത്. പക്ഷേ പ്രമാണങ്ങളിൽ വിശുദ്ധ ഖുർആനിലും ഹദീസിലും ഒക്കെ മുഹറം മാസത്തെ കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞതെങ്കിലും സമൂഹം മുഹറം മാസത്തെ നോക്കിക്കാണുന്നത് വേറൊരു രൂപത്തിലാണ്. മുഹറം മാസം അതിന്റെ വരവ് തന്നെ, മുഹറം മാസം വരുന്നു എന്നത് തന്നെ ഒരു അപകട സൂചനയായി നോക്കിക്കാണുന്ന സമുദായം ഇന്നും നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. മുഹറം അതിന്റെ മാസപ്പിറവി മറഞ്ഞു കാണാൻ പാടില്ല, അപകടമാണ്. ഏതെങ്കിലും ഓലകൾക്കിടയിലൂടെയോ ബിൽഡിങ്ങുകൾക്കിടയിലൂടെയോ മുഹറം മാസം കണ്ടാൽ അത് അപശകുനമാണെന്നും അത് ദുരന്തങ്ങൾ ഉണ്ടാക്കി തരുമെന്നും അത് നിങ്ങൾക്ക് അപകടം ഉണ്ടാക്കി തരുമെന്നും നിങ്ങളുടെ ഭാവി ജീവിതത്തെ, ഈ പുതിയ വർഷത്തെ മുഴുവനും അത് അപശകുനമായിരിക്കും, അത് അപകടമായിരിക്കും എന്നൊക്കെ പഠിപ്പിക്കുന്ന മുസ്ലിം സമുദായത്തിലെ അംഗങ്ങൾ ഇന്നും നമ്മുടെ നാടുകളിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. അഥവാ അവരെ സംബന്ധിച്ചിടത്തോളം മുഹറം മാസം വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ, പ്രത്യേകിച്ചും അതിലെ 10 ദിവസങ്ങൾ എന്നാണ്, നമ്മളൊരു മകളുടെ വിവാഹമുണ്ട്, നമ്മൾ നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി ഇരിക്കുക. എന്നാൽ അത് മുഹറം 10 കഴിഞ്ഞോട്ടെ. എന്താ മുഹറം 10 വരെ? വേറെന്തെങ്കിലും തിരക്കുള്ളത് കൊണ്ടല്ല, നമുക്ക് ആരെങ്കിലും വിദേശത്ത് നിന്ന് വരാനോ മറ്റെന്തെങ്കിലും പ്രയാസങ്ങൾ ഉള്ളത് കൊണ്ടല്ല, മറിച്ച് മുഹറം 10 വരെ നഹ്സിന്റെ ദിവസങ്ങളാണ്. ഏതാണ് ഈ മുഹറം 10? അല്ലാഹു അർബഅത്തുൻ ഹുറും, ആദരിക്കപ്പെടേണ്ട മാസമാണെന്ന് അല്ലാഹ് പഠിപ്പിച്ച മാസം. ശഹ്റുല്ലാഹിൽ മുഹറം, അല്ലാഹുവിലേക്ക് ചേർത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ മാസമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാസം. ഈ മാസത്തെ ഒരു വിഭാഗം മനുഷ്യരുടെ കലണ്ടറുകളിൽ, ചില അറബിക് കോളേജുകളിൽ നിന്ന് കൊണ്ടുവരുന്ന കലണ്ടറുകളിൽ, അത്തരം കലണ്ടറുകളിലൊക്കെ മുഹറം 10 വരെ നഹ്സിന്റെ ദിവസമാണ്, അപകടത്തിന്റെ ദിവസമാണ്, ദുശ്ശകുനത്തിന്റെ ദിവസമാണ്. സഹോദരങ്ങളെ, ഇവിടെ വിശ്വാസികൾ എന്നുള്ള നിലക്ക് സകല തരത്തിലുള്ള സംഘടനാ പക്ഷപാതിത്വങ്ങളും മാറ്റിവെച്ച് ഒരു വിശ്വാസി എന്നുള്ള നിലക്ക്, ഒരു ഖുർആനിന്റെ അനുയായി എന്നുള്ള നിലക്ക്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, സ്വഹീഹായ ഹദീസുകൾ, തിരുചര്യകൾ നെഞ്ചേറ്റുന്ന ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് എന്താണോ പ്രമാണങ്ങൾ പറയുന്നത് അവിടെ നിൽക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അവരാണ് യഥാർത്ഥ വിശ്വാസികൾ, അവരാണ് യഥാർത്ഥ മുത്തഖികൾ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഇത്തരം വിഷയങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? മുഹറം 10 വരെ മോശമായ ദിവസമാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ? കൊള്ളരുതാത്ത ദിവസമാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ? ഒരു പുതിയ വീടുണ്ടാക്കി അതിന്റെ അകത്ത് താമസിക്കാൻ അത് മുഹറം 10 കഴിയട്ടെ. വിവാഹം മുഹറം 10 കഴിയട്ടെ. അതേ രൂപത്തിൽ തന്നെ ഒരു കട ഉദ്ഘാടനം മുഹറം 10 കഴിയട്ടെ. വിദേശത്തേക്ക് പോകാൻ മുഹറം 10 കഴിഞ്ഞോട്ടെ. എന്തൊരു നല്ല കാര്യം തുടങ്ങാനും അല്ലാഹ് പവിത്രമാണെന്ന് പഠിപ്പിച്ച ഈ മാസത്തിലെ 10 ദിവസങ്ങൾ പാടില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? ആ പ്രവാചകനെ ചാണിന് ചാണായി അനുധാവനം ചെയ്ത അവിടുത്തെ മഹാന്മാരായ സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും അവരാരെങ്കിലും നമ്മെ ഇത് പഠിപ്പിച്ചു തന്നിട്ട് എവിടെ നിന്ന് വന്നു നമ്മിലേക്ക്? ഇത് ആരുടെ ആചാരമാണിത്? ആരുടെ വിശ്വാസമാണിത്? ഇതൊരു വിശ്വാസിയുടെ സ്വഭാവമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല ഇതിന്റെ ഗൗരവം ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസുബ്ബുദ് ദഹർ, മനുഷ്യരെ, വിശ്വാസികളെ, നിങ്ങൾ കാലത്തെ ചീത്ത പറയരുത്. വല്ലാത്തൊരു കാലം, ഈ സമയത്തിന്റെ കുഴപ്പമാണ്, മോശമാണ്, ഇപ്പൊ സമയം ശരിയല്ല പറയരുത്. ഒരു വിശ്വാസിയുടെ നാവിൽ നിന്ന് അങ്ങനത്തെ ഒരു സംസാരം ഉണ്ടാവാൻ പാടില്ല. അല്ലാഹുവാണ് കാലം, രാത്രിയും പകലുമൊക്കെ കൊണ്ടുവരുന്നത്, അതിന്റെ സട്ടാവ്, അതിനെ നിയന്ത്രിക്കുന്നത് റഹ്മാനായ റബ്ബാണ്. നിങ്ങൾ കാലത്ത് ചീത്ത പറയുക വഴി അള്ളാഹുവിനെയാണ് ചീത്ത പറയുന്നതെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചിരുന്നു. തീർന്നില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ്സിയായ ഒരു ഹദീസിലൂടെ അല്ലാഹു പറഞ്ഞതായി കാണാം. ഖാലല്ലാഹു അസ്സ വജൽ യുഅ്ദീനി ബിനു ആദം, അതാ മനുഷ്യന്മാർ എന്നെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, എന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്താണ് കാരണം? അല്ലാഹു പറയുന്നു, യാ ഖൈബത്തദ് ദഹർ,
നശിച്ച കാലമേ, നശിച്ച കാലം. ആ കാലത്തെ കുറിച്ച് മനുഷ്യൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ അള്ളാഹു പറഞ്ഞു, ഫലാ യഖൂലന്ന അഹദുകും യാ ഖൈബത്തദ് ദഹർ ഫഇന്നി അനദ് ദഹർ. ഞാനാണ് കാലം. നീ ഒരു വിശ്വാസിയാണെങ്കിൽ നിന്റെ നാവിൽ നിന്ന് അത്തരം സംസാരങ്ങൾ ഉണ്ടായിക്കൂടാ. നിന്റെ നാവിലൂടെ പുറത്തു വരുന്ന സംസാരങ്ങളെ നീ ശ്രദ്ധിക്കണം. കാരണം ഉഖല്ലിബു ലൈലഹു വനഹാറഹു, ഉഖല്ലിബു ലൈലഹു വനഹാറഹു, രാത്രിയെ പകലിലേക്ക് ചേർത്തിക്കൊണ്ടുവരുന്നവൻ, പകലിലെ രാത്രിയിലേക്ക് ചേർത്തിക്കൊണ്ടുവരുന്നവൻ, അതിനെ നിയന്ത്രിക്കുന്നവൻ, നിങ്ങൾക്ക് ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളുമായി ഈ കാലത്തെ സംവിധാനിച്ചവൻ റഹ്മാനായ റബ്ബാൻ. കാലത്ത് നിങ്ങൾ ചീത്ത പറയരുതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, നമ്മൾ വിശ്വാസികളാണ്, നമ്മൾ ഈമാനുള്ളവരാണ്. ഇത്തരം ദിവസങ്ങളെ അപശകുനമായി കാണുന്നവർ, മുഹറം 10 വരെ മാത്രമല്ല, സഫർ മാസം അതിന്റെ ഒടുവിലത്തെ ബുധൻ, അത് ഒന്നിനും കൊള്ളരുതാത്ത ദിവസമാണ്. ഇങ്ങനെ ഒന്നും രണ്ടുമല്ല, ചില കലണ്ടറുകൾ പരതി നോക്കിയാൽ നഹ്സിന്റെ ദിവസങ്ങൾ എന്ന് പറഞ്ഞ് ചെറിയ കോളത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാമികമല്ല, മുസ്ലിമിന്റെ സ്വഭാവമല്ല, അള്ളാഹുവും പ്രവാചകനും പഠിപ്പിച്ചതല്ല. ഇതാണ് നമ്മൾ അടിയുറച്ച് വിശ്വസിക്കേണ്ട കാര്യം. മാത്രമല്ല, ഏതെങ്കിലും ദിവസങ്ങളെയോ കാലങ്ങളെയോ മാത്രമല്ല, ചില മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള നഹ്സുകളുണ്ട്. പലതിനെയും അപശകുനമായി, ദുശകുനമായി കാണുന്ന മനുഷ്യരുണ്ട്. തന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു കറുത്ത പൂച്ച തന്റെ വാഹനത്തിന്റെ കുറുകെ ചാടിയാൽ അന്ന് ആ യാത്ര മുടക്കി തന്റെ വീട്ടിലേക്ക് തന്നെ കയറി അവിടെ വിശ്രമിക്കുന്ന മനുഷ്യരുണ്ട്. അയാളുടെ ഉള്ളിൽ വല്ലാത്തൊരു ഭയപ്പാടാണ്, വല്ലാത്തൊരു ആദിയാണ്. ഞാൻ ഈ യാത്ര പുറപ്പെട്ടാൽ ഒരു കറുത്ത പൂച്ച കുറുകെ ചാടിയിട്ടില്ലേ, ഞാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ എന്റെ ഉമ്മയോ ഭാര്യയോ സഹോദരിയോ ആരെങ്കിലും ഒരു ചൂലുമായി പുറത്തുണ്ടെങ്കിൽ അവന്റെ മനസ്സിന് വല്ലാത്തൊരാദിയാണ്, വല്ലാത്തൊരു ആശങ്കയാണ്. ചൂല് കണ്ട് പുറത്തിറങ്ങുന്നത് അത് അപശകുനമാണെന്നാണ് അവന്റെ ധാരണ. അതേ രൂപത്തിൽ തന്നെ ഏതെങ്കിലും ഒരു പക്ഷി കൊക്കിയാൽ, ഒരു പല്ലി ചലച്ചാൽ അത്തരത്തിലുള്ള ശബ്ദങ്ങൾ അവനെ പ്രയാസപ്പെടുത്തുന്നു. ആദ്യം തന്നെ വണ്ടി പാർക്ക് ചെയ്ത വണ്ടി റിവേഴ്സ് ഗിയറിൽ പിന്നോട്ടെടുത്താൽ പടച്ച റബ്ബേ, ഇന്നത്തെ യാത്ര എന്താകും? ആദ്യത്തെ വെപ്പ് അത് മുന്നോട്ടല്ലല്ലോ, പിന്നോട്ടായി പോയിട്ടുണ്ടല്ലോ. നമ്മൾ വീട്ടിൽ നിന്നിറങ്ങുമ്പോ പുറകിൽ നിന്ന് ഉമ്മയൊന്ന് വിളിച്ചാൽ പുറകിൽ നിന്ന് വിളിക്കാൻ പാടില്ല എന്നാ. ഇങ്ങനെ പലതിനെയും അപശകുനമായി കാണുന്ന മനുഷ്യർ. രാവിലെ കട തുറക്കാൻ ഒരു പാവപ്പെട്ട മനുഷ്യൻ വന്നു, അയാൾ ഒരു സാധനം വാങ്ങി, പോക്കറ്റ് തപ്പിയപ്പം കയ്യിൽ പണല്ല. ഗൂഗിൾ പേ ചെയ്യാൻ നോക്കുമ്പോ നെറ്റ്വർക്ക് ഇല്ല, ഗൂഗിൾ പേ സ്റ്റക്കാണ്. എന്ത് ചെയ്യും? കുഴപ്പമില്ല, വൈകുന്നേരം തന്നാ മതി. കാരണം ആരാ? ഞാൻ മുസ്ലിമാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവനാണ്, മുവഹ്ഹിദാണ്. പക്ഷേ അന്ന് വൈകുന്നേരം മേശയിൽ നിന്ന് തന്റെ പണമൊന്ന് എണ്ണി നോക്കുമ്പോ ഇന്നലത്തെ അത്ര കളക്ഷൻ ഇല്ല എങ്കിൽ ആ മനുഷ്യന്റെ മനസ്സിൽ ഇത് അയാൾ വന്നതുകൊണ്ടാണോ, അയാൾ തന്നതുകൊണ്ടാണോ, അല്ലെങ്കിൽ അയാൾ തരാത്തത് കൊണ്ടാണോ? എന്റെ പ്രശ്നം ആ കൈനീട്ടം അതാണോ? എന്തിലാണ് സഹോദരങ്ങളെ നമ്മുടെ വിശ്വാസം? എവിടെയാണ് നമ്മുടെ ഈമാൻ? ഇതൊക്കെ ഇത്തരം നഹ്സുകൾ, ഇത്തരം അപശകുനങ്ങൾ ഒരു വിശ്വാസിയുടെ ഹൃദയത്തിലുണ്ടോ, അവൻ യഥാർത്ഥ വിശ്വാസിയല്ല എന്നും അത് വിശ്വാസിയുടെ സ്വഭാവമല്ല എന്നുമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അത്വീറത്തു ശിർകുൻ, അത്വീറത്തു ശിർകുൻ, അത്വീറത്തു ശിർകുൻ. 3 തവണയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അത് ശിർക്കാണ്. ഇത്തരം ദുശകുനം നോക്കൽ അതെന്തിന്റെ പേരിലാവട്ടെ, കൈനോട്ടം നോക്കിയിട്ടാണോ, മുഖം നോക്കിയിട്ടാണോ, അതല്ലെങ്കിൽ ഇത്തരം ഏതെങ്കിലും വസ്തുക്കളുടെയോ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ പേരിലാണോ, ദിവസങ്ങളുടെ പേരിലാണോ? ശിർക്കുൻ, അത് ശിർക്കാണെന്ന്, ബഹുദൈവ വിശ്വാസമാണെന്ന്, അതൊരു മുഅ്മിനിന്റെ വിശ്വാസമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചിരുന്നു. മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുല്ലാഹ് തന്റെ ഫതാവൽ ഹദീസിയ്യ എന്ന ഗ്രന്ഥത്തിൽ വളരെ കൃത്യമായി പഠിപ്പിച്ചു. ഇത്തരം ഹദീസുകൾ, ഇത്തരം ആയത്തുകൾ ഇതൊക്കെ മുന്നിൽ വെച്ച് നമുക്ക് വിശദീകരിച്ചു തന്നു. വഅന്ന ദാലിക മിൻ സുന്നത്തിൽ യഹൂദ്, ആരുടെ സ്വഭാവമാണ്? വഅന്ന ദാലിക മിൻ സുന്നത്തിൽ യഹൂദ്, ഇത് ജൂതന്റെ സ്വഭാവമാണ്, ഇത് മുസ്ലിമിന്റെ സ്വഭാവമല്ല. ഒരു മുസ്ലിം ഇങ്ങനെയല്ല. മാത്രമല്ല ലാ മിൻ ഹദിയിൽ മുസ്ലിമീനൽ മുതവക്കിലീന അലാ ഖാലിഖിഹിം വബാരിഇഹിം, റഹ്മാനായ റബ്ബിൽ തവക്കുലുള്ള
പരമേൽപ്പനയുള്ള ആത്മധൈര്യമുള്ള എന്റെ റബ്ബെന്നോട് എപ്പമുണ്ടെന്നും എന്റെ പ്രശ്നങ്ങളിൽ എന്റെ റബ്ബ് ഇടപെടുമെന്നും എന്റെ പ്രശ്നങ്ങൾ എന്റെ റബ്ബ് പരിഹരിച്ചു തരുമെന്നുള്ള തവക്കുൽ ചെയ്യാൻ തക്ക രൂപത്തിൽ ഹൃദയത്തിലേക്ക് ഈമാൻ പ്രവേശിപ്പിക്കപ്പെട്ട ഒരു മുസ്ലിമിന്റെ സ്വഭാവമല്ല ഇത് എന്ന് മഹാനായ ഇബ്നു ഹജർ അൽ-ഹൈതമി റഹിമഹുല്ലാഹ് ഹദീസുകളും ആയത്തുകളും വിശദീകരിച്ചുകൊണ്ട് നമ്മെ പഠിപ്പിക്കുമ്പോൾ പരിശോധിക്കണം. ഈ ഇരുത്തത്തിൽ നമ്മൾ പരിശോധിക്കുക. ഇത്തരം വിഷയങ്ങൾ നമ്മെ സ്വാധീനിക്കാറുണ്ടോ? ഇത്തരം വിഷയങ്ങൾ നമ്മെ ആശങ്കപ്പെടുത്താറുണ്ടോ? ഇത്തരം ദിവസങ്ങൾ, ഇത്തരം പക്ഷികളുടെ ശബ്ദങ്ങൾ, ഇത്തരം കാഴ്ചകൾ നമ്മെ ഭയപ്പെടുത്താറുണ്ടോ? പരിശോധിക്കണം. എവിടെയാണ് നമ്മുടെ ഹൃദയത്തിൽ ഈമാൻ ഉള്ളത്? സഹോദരങ്ങളെ, ഈമാൻ കാര്യം 5 അല്ല. ഈമാൻ കാര്യം എത്ര എണ്ണമാണ്? ഈമാൻ കാര്യം 6 എണ്ണമാണ്. എന്താണ് ആറാമത്തത്? അൽ ഈമാനു ബിൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. എന്റെ വീട്ടിൽ അടുത്തടുത്തായിട്ട് ആർക്കെങ്കിലും അസുഖം വന്നാൽ, എന്റെ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രയാസം തുടർച്ചയായിട്ട് വന്നാൽ, എന്റെ വീട്ടിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ ഞാൻ ഉടനെ ചിന്തിക്കുന്നത് അതാരോ ചെയ്തതാണെന്നാണ്. അതിന് മറ്റെന്തോ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണെന്നാണ്. ഈ കിണർ ഇവിടെ പറ്റാത്തത് കൊണ്ടാണ്, ഇവിടെ അടുക്കള പണിതത് കൊണ്ടാണ്, അവിടെ ടോയ്ലറ്റ് ഉള്ളത് കൊണ്ടാണ്, അത് കന്നിമൂലയിലായത് കൊണ്ടാണ്, അത് ഈ ദിവസം തുടങ്ങിയത് കൊണ്ടാണ്, അത് ഇന്ന ആൾ ഇവിടെ ഉള്ളത് കൊണ്ടാണ്. സഹോദരങ്ങളെ, എവിടെയാണ് അൽ ഖദറു ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല? റഹ്മാനായ റബ്ബിൽ നിന്നാണ് നിങ്ങൾക്ക് ഖൈറെന്ന് തോന്നുന്നതും നിങ്ങൾക്ക് ശർറെന്ന് തോന്നുന്നതും. ഇതാണ് ഖദറിലുള്ള വിശ്വാസം. 5 എണ്ണമല്ല. അല്ലാഹുവിലും അമ്പിയാക്കളിലും മലക്കുകളും ഖിയാമത്ത് നാളിലും കിതാബുകളിലും ഈ വിശ്വാസം പോരാ. ഒരു മുഅ്മിനിന്റെ ഈമാൻ പൂർത്തിയാകണമെങ്കിൽ എന്റെ ജീവിതത്തിൽ എന്തെന്ത് സംഭവിച്ചാലും ഇതൊക്കെ റഹ്മാനായ റബ്ബിൽ നിന്നുള്ളതാണെന്ന് 6ാമത്തെ കാര്യം. അതിലും അടിയുറച്ച് നാം ഓരോരുത്തരും വിശ്വസിക്കേണ്ടതുണ്ട്. ഒരു വിശ്വാസിയുടെ നിലപാട് സൂറത്തു തൗബയിലെ 51ാമത്തെ വചനം ഞാൻ ആമുഖമായി ഓതി വെച്ചതാ. അല്ലാഹു പറഞ്ഞു, കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅല അല്ലാഹി ഫലിയതവക്കലിൽ മുഅ്മിനൂൻ. കുല്ലൻ യുസീബനാ, ഒരു വിശ്വാസി പ്രഖ്യാപിക്കേണ്ട പ്രഖ്യാപനം, എനിക്ക് ഒന്നും സംഭവിക്കുകയില്ല. ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, എന്റെ റബ്ബ്, ഞങ്ങളുടെ രക്ഷിതാവ് ഞങ്ങൾക്ക് നിശ്ചയിച്ചതല്ലാതെ, അവൻ വിധിച്ചതല്ലാത്ത മറ്റൊന്നും എന്റെ ജീവിതത്തിലില്ല. അതൊരു കറുത്ത പൂച്ച ചാടിയാലും, അതൊരു പോത്ത് ചാടിയാലും, അതൊരു പല്ലി കൊത്തിയാലും, അത് പിന്നിൽ നിന്നൊരാൾ വിളിച്ചാലും അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. എന്റെ ജീവിതത്തിൽ എനിക്കാ യാത്രയിൽ വല്ലതും സംഭവിച്ചോ, അത് അല്ലാഹുവിന്റെ ഇല്ലാ മാ കതബല്ലാഹു ലനാ, അതെന്റെ അല്ലാഹുവിന്റെ വിധിയാണ്, അല്ലാഹ് നിശ്ചയിച്ചതാണ്. മറ്റൊന്നും എന്റെ ജീവിതത്തിൽ സംഭവിക്കില്ല. ഹുവ മൗലാന, അവനാണ് ഞങ്ങളുടെ റബ്ബ്, അവനാണ് ഞങ്ങളുടെ രക്ഷിതാവ്. വഅലല്ലാഹി ഫലിയതവക്കലിൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ ഇത്തരം വിഷയങ്ങളെ കുറിച്ച് ആദി പോകുന്നവരല്ല, ഇത്തരം വിഷയങ്ങളിൽ പ്രയാസപ്പെടുന്നവരല്ല. അവർക്കൊരു നിർഭയത്വമുണ്ട്. സത്യവിശ്വാസികൾ ആ റബ്ബിലേക്ക് തവക്കുൽ ചെയ്യുന്നവരാണ്. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും, എന്ത് ദുഃഖങ്ങൾ ഉണ്ടായാലും, എന്ത് കഷ്ടപ്പാടുകൾ ഉണ്ടായാലും, തന്റെ കച്ചവടം ഇങ്ങനെ ഉയർന്നു പോവുക, ഒരു ദിവസം അതിൽ താഴോട്ട് അതിന്റെ ഗ്രാഫ് അങ്ങോട്ട് പോയി, അയാൾ പരിഭ്രാന്തനാവുന്നില്ല, അയാൾ തളർന്നു പോകുന്നില്ല, അയാൾ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്നില്ല. കാരണം എന്റെ റബ്ബുണ്ട്, എനിക്ക് എന്റെ റബ്ബിനോട് പറയാം, ഇന്നല്ലെങ്കിൽ നാളെ എന്റെ റബ്ബ് എനിക്കൊരു പരിഹാരം തരും, എന്റെ പ്രശ്നത്തിൽ അവൻ ഇടപെടും, ഞാൻ നിരാശപ്പെടേണ്ടതില്ല എന്ന് അല്ലാഹുവിനെ കുറിച്ചുള്ള അടിയുറച്ച വിശ്വാസം, അതാണ് നിർഭയത്വം. അതാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. അതാണ് ഈമാനുള്ളവർക്ക് അമ്നുണ്ടാകും എന്ന് പറയുന്നത്. ആ അമ്നാണ് സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും നേടിയെടുക്കേണ്ടത്. മുഹറം മാസത്തിന്റെ പേരിലോ, മറ്റേതെങ്കിലും മാസത്തിന്റെ പേരിലോ, മറ്റെന്തെങ്കിലും വസ്തുക്കളുടെ പേരിലോ, അതിന്റെ പേരിലൊന്നും ആശങ്കയും ഭയവുമുള്ള ഒരു ജീവിതമല്ല എനിക്കും നിങ്ങൾക്കും അഥവാ വിശ്വാസികൾക്ക് ഉണ്ടാവേണ്ടത്. അടിയുറച്ച മനോധൈര്യമുള്ള ഒരു വിഭാഗമായിട്ടാണ് വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും ജീവിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം വരെ ഇസ്സത്തോടെ യഥാർത്ഥ വിശ്വാസം കാത്തു സൂക്ഷിച്ചുകൊണ്ട് വിശ്വസിക്കുന്ന സാലിഹ്യങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ റദ്ദതുഹു തീറതു അൻ ഹാജതിഹി ഫഖദ് അശ്റക. ഇത്തരത്തിൽ ഏതെങ്കിലും വ്യക്തി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലോ അതല്ലെങ്കിൽ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ദിവസത്തിന്റെയോ അനുഭവത്തിന്റെയോ വസ്തുവിന്റെയോ പക്ഷിയുടെയോ എന്തിന്റെയെങ്കിലും പേരിൽ ഒരു മനുഷ്യൻ അവനെ തന്റെ കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ നിന്ന് തീറത്ത്, ഇത്തരം നഹ്സുകൾ, ദുശകുനങ്ങൾ അവനെ തടഞ്ഞിട്ടുണ്ട് എങ്കിൽ വളരെ ഗൗരവമാണ് വിഷയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഖദ് അശ്റക, അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു. ഒരു പൂച്ച എന്റെ മുന്നിലൂടെ ഓടിയതിന്റെ പേരിൽ ഞാൻ ആ യാത്ര മുടക്കിയിട്ടുണ്ട് എങ്കിൽ ഞാൻ ശിർക്ക് ചെയ്തവനായിരിക്കുന്നു. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അത്തരത്തിലുള്ള ദുശകുനങ്ങൾ, നഹ്സുകൾ ഒരു വിശ്വാസിയെ അവന്റെ പ്രവർത്തനത്തിൽ നിന്ന് തടയാൻ പാടില്ല. അവനവന്റെ റബ്ബിലേക്ക് തവക്കുലാക്കേണ്ടവനാണ്. അവനവന്റെ റബ്ബിന്റെ പേരുച്ചരിച്ച് യാത്ര ആരംഭിക്കേണ്ടവനാണ്. അവൻ തുടങ്ങാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ നിർവഹിക്കേണ്ടവനാണ്. സർവ്വതും അള്ളാഹുവുമായിട്ടാണ് ഒരു വിശ്വാസിക്കുള്ള കണക്ഷൻ. ഖാലൂ യാ റസൂലല്ലാഹ്, ഇത് കേട്ടപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, വമാ കഫാറതു ദാലിക്, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഇനി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചു പോയാൽ എന്താണ് അതിന് പരിഹാരം? എന്താണ് അതിന് പരിഹാരം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല യഖൂൽ, അവൻ പറയണം, അല്ലാഹുമ്മ ലാ ത്വയ്റ ഇല്ലാ ത്വയ്റുക വലാ ഖൈറ ഇല്ലാ ഖൈറുക വലാ ഇലാഹ ഗൈറുക. എന്താ പറയേണ്ടത്? അല്ലാഹുമ്മ ലാ ത്വയ്റ ഇല്ലാ ത്വയ്റുക, അല്ലാഹുവേ, നിന്റെ ശകുനമല്ലാതെ വേറൊരു ശകുനമില്ല. ഈ ദിവസത്തിനോ ഈ പക്ഷിക്കോ ഈ പൂച്ചക്കോ ഒരു പ്രയാസം അനുഭവിക്കുന്ന കാലുമായിട്ട് വന്നൊരു സഹോദരനോ ഒരു കാലിച്ചാക്കോ കാലിക്കൊട്ടയോ കണ്ടാലോ ഇല്ല, ഒന്നിനും ഒരു ശകുനവുമില്ല. ഇല്ലാത്ത ശകുനങ്ങളൊക്കെ നിന്റെ ഭാഗത്തു നിന്നുള്ളതാണ്. വലാ ഖൈറ ഇല്ലാ ഖൈറുക, അല്ലാഹുവേ, എനിക്കുള്ള ഖൈറുകളൊക്കെ നിന്റെ ഭാഗത്തു നിന്നുള്ളതാണ്. വലാ ഇലാഹ ഗൈറുക, നീയല്ലാതെ ആരാധനക്ക് അർഹനില്ല. തൗഹീദ് ഊട്ടിയുറപ്പിക്കുകയാണ്, ശിർക്കിൽ നിന്ന് മുക്തി നേടുകയാണ്. ഇതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട പ്രാർത്ഥന. ഇതാണ് അതിനുള്ള പ്രായശ്ചിത്തം, അതിനുള്ള കഫാറത്ത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ പരിശോധിക്കണം, നമ്മൾ എവിടെയാണ്, നമ്മുടെ വിശ്വാസം എങ്ങനെയാണ്? പ്രവാചകന്റെ ചര്യ അനുസരിച്ച്, അള്ളാഹുവിന്റെ അധ്യാപനങ്ങൾ അനുസരിച്ച് കൊണ്ടാണോ നമ്മുടെ ജീവിതങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഇന്ന് നമ്മൾ ഓരോരുത്തരും അടിക്കടി പരിശോധിച്ചു കൊണ്ടിരിക്കുക. സുദൃഢമായ, പവർഫുള്ളായി, സ്ട്രോങ് ആയ ഒരു ഈമാനിന്റെ വക്താക്കളായി മരണം വരെ ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും സദാ പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ.